So, yeah. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ മൊഡ്യൂൾ ആയിട്ടുള്ള സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളതും എന്താണ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ ചെറിയൊരു മൊഡ്യൂളാണ് ആക്ച്വലി. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് രണ്ട് മെത്തേഡ്സും അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. സോ ഓർഡിനറിലി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ നമ്മൾ ബേസിക്കലി നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ്സ് വരുന്നത്, അതിനാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറയുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ബേസിക്കലി രണ്ട് വിഭാഗങ്ങളായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഫസ്റ്റ് കാറ്റഗറി ഈസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ, സോ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൽ ഈ ഫങ്ഷൻസ് ഓഫ് എക്സ് വരുന്നത്, ഈ ഫങ്ഷൻസ് ഓഫ് എക്സ് വരുന്നതൊക്കെ എന്തായിരിക്കും, ലീനിയർ കമ്പോണൻസ് ആയിരിക്കും. അതായത് എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, അല്ലെങ്കിൽ 1 - x² 1 - x ക്യൂബ്, അങ്ങനെയുള്ള ലീനിയർ കമ്പോണൻസ് ആണ് ഇവിടെ എന്ത് വരിക, ഫങ്ഷൻസ് ഓഫ് എക്സ് ആയിട്ട് വരിക. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് എക്സ് ആയിട്ട് വരിക. ആൻഡ് നോൺ ലീനിയർ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, അവിടെ നോൺ ലീനിയർ കമ്പോണൻസ് വരും. ഇപ്പോൾ നോൺ ലീനിയർ കമ്പോണൻസ് മീൻസ് ഇപ്പോൾ ട്രിഗ്നോമെട്രിക് ആവാം, എക്സ്പോണൻഷ്യൽ ആവാം, ലോഗരിതമിക് ആവാം, അങ്ങനെ കയറി വരുന്നതൊക്കെയാണ് എന്ത് വരിക, നോൺ ലീനിയർ കമ്പോണൻസ് വരിക. നൗ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ലീനിയർ ഫംഗ്ഷൻസിനെ പറ്റിയിട്ട് മാത്രമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ ഒരു ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും. അതായത് a0 of x dny divided by dx raised to n plus a1 of x dn-1 of y divided by dx raised to n-1 plus etc plus an of x y is equal to 0. Okay, so this is the general form of a linear differential equation. Linear differential equation ഒരു ജനറൽ ഫോം ആണ് വരുന്നത്. അതായത് ആദ്യം എക്സിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, a0 of x പറയുന്ന ഫംഗ്ഷൻ ആയിരിക്കാം, അത് ചിലപ്പോൾ കോൺസ്റ്റന്റ് ആയിരിക്കും, എന്ത് വേണമെങ്കിലും ആൻഡ് ദെൻ ഫോളോഡ് ബൈ nth ഡെറിവേറ്റീവ് ഓഫ് y, യുടെ nth ഡെറിവേറ്റീവ് ഉണ്ട്. ദെൻ സെക്കൻഡ് ടേം a1 of x, again a function of x, then n-1th ഡെറിവേറ്റീവ് ഓഫ് y, അങ്ങനെ അപ് ടു ഏതുവരെ പോകും, an of x വരും. അതേപോലെ തന്നെ y എന്ന് പറയുന്ന ടേം വരെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, നൗ if n is equal to 2, then this linear differential equation is called a second order differential equation. Okay, so n is equal to 2 ആകുമ്പോഴാണ് നമ്മൾ linear differential equation ആയിട്ട് മാറുന്നത്, second order differential equation ആയിട്ട് മാറുക. And the general form of a second order differential equation, second order differential equation general form ആണ്. general form നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, d square y by dx square plus p of x dy by dx plus q of x y is equal to 0. Okay, so this is the general form of a second order differential equation. Okay, second order differential equation ന്റെ general form ആണ് നമ്മളിവിടെ കൊടുത്തത്. സോറി, 0 അല്ല, equal to f of x. Okay, so this is the general form of a second order differential equation, linear second order differential equation. ഒരു second order differential equation ന്റെ general form ആണ് എന്തുള്ളത് നമ്മൾ കൊടുത്തിട്ടുള്ളത്. Okay, ഇവിടെ p of x, q of x എന്ന് പറഞ്ഞാൽ they are functions of x. x ന്റെ എന്താണ്, ഫങ്ഷൻസ് ആണ്. ആൻഡ് ഈ f of x ന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് again we can classify the second order differential equation to two categories. The first one is homogeneous differential equations. Homogeneous differential equation means എന്തായിരിക്കും, നമ്മുടെ f of x will be is equal to 0. Okay, so f of x equal to 0 ആണെങ്കിൽ then such differential equation are called a homogeneous differential equation. And if f of x not is equal to 0 ആണെങ്കിൽ അതെന്തായിരിക്കും, ഒരു non homogeneous differential equation. Okay, that is f of x not equal to 0. Okay, അതിനാണ് f of x not equal to 0 പറയുക. Okay, so നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് മാത്രമാണ്. നോൺ ഹോമോജീനിയസ് എന്തില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. ഓക്കെ, നൗ അഗെയിൻ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ അഗെയിൻ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ടും അതേപോലെ തന്നെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ ബേസിക്സ് ആയിട്ട് പറയാനുള്ളത്. സോ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്, നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറ്റിയിട്ട് മാത്രമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വേറെ കാറ്റഗറി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇല്ല നമുക്ക് ഡിസ്കസ് ചെയ്യാല്. ഓക്കെ, നൗ
നമ്മളെ ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെയുള്ള നമ്മളെ ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ക്യാൻ വി സോൾവ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, എങ്ങനെയാണ് നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം. ഓക്കെ, സോ ഫോർ ദാറ്റ് നമ്മളിവിടെ മെയിൻ ആയിട്ട് രണ്ട് ടെക്നിക്സ് ആണ് നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് നമുക്ക് പരിചയമായിട്ടുള്ള സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ടെക്നിക്കും, രണ്ടാമത്തെ പവർ സീരീസ് ടെക്നിക്കും. ഈ രണ്ട് ടെക്നിക്സ് ആണ് നമ്മൾ പവർ സീരീസിൽ പിന്നെ ഫ്രോബീനിയസ് വരുന്നുണ്ട്. സോ ബേസിക്കലി രണ്ട് ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ടെക്നിക്കും അതേപോലെ തന്നെ പവർ സീരീസിന്റെ മെത്തേഡും. ഓക്കെ, അഗൈൻ വേറെ കുറെ മെത്തേഡുകൾ ഇന്റഗ്രൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ന്യൂമറിക്കൽ ടെക്നിക്സ് ഉണ്ട്. അങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ന്യൂമറിക്കൽ ടെക്നിക്സ് ഒക്കെ നിങ്ങൾ ഡിഗ്രിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, പക്ഷേ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺലി എന്താ പറയാ സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ടെക്നിക്കും അതേപോലെ തന്നെ എന്താ പറയാ പവർ സീരീസ് മെത്തേഡ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, പവർ സെപ്പറേഷൻ ഓഫ് വേരിയബിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് മെത്തേഡ് ടു സോൾവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ സെപ്പറേഷൻ ഓഫ് വേരിയബിൾ. സെപ്പറേഷൻ ഓഫ് വേരിയബിൾ. ഓക്കെ, സെപ്പറേഷൻ ഓഫ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്ക് വളരെ സിമ്പിൾ ആണ്. അതായത് നിങ്ങളത് ആക്ച്വലി ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും. ക്വാണ്ടം മെക്കാനിക്സിൽ നിങ്ങൾ ഹൈഡ്രജൻ ആയിട്ടൊക്കെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ടെക്നിക്ക് ഏകദേശം പഠിച്ചിട്ടുണ്ടായിരിക്കും. സംഗതി വളരെ സിമ്പിൾ ആണ്. അതായത് ഇപ്പൊ നമ്മളെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, നമ്മൾ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി നമ്മൾ തന്നിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, n വേരിയബിൾസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ എക്സിലൊരു കമ്പോണന്റ് ഉണ്ട്, dy by dx ഉണ്ട്, dy by dy ഉണ്ട്, പിന്നെ z ഒരു ഡിഫറൻഷ്യൽ ഉണ്ട് വിചാരിക്കുക. സോ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് n വേരിയബിൾസ് ഉള്ള ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ n വേരിയബിൾസ് ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാം, n ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ വി സ്പ്ലിറ്റ് ദി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് n വേരിയബിൾ ഇൻറ്റു n ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതാണ് നമ്മുടെ ടെക്നിക്ക്. ഓക്കെ, സോ നമ്മുടെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി split the partial differential equation of n variable into n differential equations. Okay, n differential equation ആക്കിയിട്ട് മാറും. ഓക്കെ, സോ ഈ ഓരോ സെപ്പറേറ്റർ ആക്കിയിട്ടുള്ള, അതായത് ഓരോ സെപ്പറേഷൻസിനായിരിക്കും ഓരോ കോൺസ്റ്റൻസിനായിരിക്കും. സോ n വേരിയബിൾസ് ആണെങ്കിൽ there will be n minus 1 കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് ക്ലിയർ ആയിരിക്കും. ഇതാണ് ഇത് ബേസിക്കലി നമ്മുടെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n വേരിയബിൾസ് ഉള്ള ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ഇപ്പോൾ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ, അങ്ങനെ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന മൂന്ന് വേരിയബിൾസ് ഉള്ള ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മൂന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കിയിട്ട് എന്ത് ചെയ്യും, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി എന്ത് ചെയ്യും, നമ്മൾ ചേഞ്ച് ചെയ്യും. ഓക്കെ, അതിൽ ഓരോ ഇക്വേഷൻസ് എന്തായിരിക്കും, ഒരൊറ്റ വേരിയബിളിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ നമ്മൾ സോൾവ് ചെയ്യും. അതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, സിംഗിൾ വേരിയബിൾ ആണെങ്കിൽ എന്തായിരിക്കും, അത് ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഓക്കെ, സോ അതാണ് നമ്മളെ ടെക്നിക്ക് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ. നിങ്ങൾക്ക് ഡിഗ്രിക്ക് പഠിച്ചുള്ളതായിരിക്കും ഈ ടെക്നിക്ക് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സോ ഇപ്പൊ എക്സ് വൈ സെഡ് ആണെങ്കിൽ നമ്മൾ എക്സിന്റെ ഇക്വേഷൻ ഉണ്ടാക്കുക, വൈന്റെ ഇക്വേഷൻ ഉണ്ടാക്കുക, സെഡിന്റെ ഇക്വേഷൻ ഉണ്ടാക്കുക, എന്ത് ചെയ്യുക, എന്നിട്ട് സെപ്പറേറ്റ് സോൾവ് ചെയ്യുക. ഓക്കെ, സോ അതാണ് എന്ത് പറയുന്നത്, നമ്മളെ സെപ്പറേഷൻ ഓഫ് വേരിയബിളിന്റെ ടെക്നിക്കിൽ വരുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഈ ടെക്നിക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിരിക്കും. സോ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കിയേക്കാം. സോ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് വി ആർ അറ്റംപ്റ്റിംഗ് ടു സോൾവ് ദി ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻ. ഓക്കെ, ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻ ആണ്, അതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിളും. ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് സിസ്റ്റത്തിൽ നമ്മൾ ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഡെൽ സ്ക്വയർ സൈ പ്ലസ് കെ സ്ക്വയർ സൈ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇതാണ് എന്ത് നമ്മുടെ ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ എന്ത് ചെയ്യണം, നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. സോ ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലാപ്ലേഷ്യൻ ആണ്. സോ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ, ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ് മാത്രമാണ്. സോ നമുക്ക് ഡെൽ സ്ക്വയർ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഡെൽ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് k square psi is equal to 0. Okay, now let this be equation number 1.
ഓക്കെ. സോ ഇതാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്, നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ. ഈ ഇക്വേഷനിൽ നോക്കുക, ഈ ഇക്വേഷനിൽ എത്ര വേരിയബിൾസ് ഉണ്ട്? ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എത്ര വേരിയബിൾസ് ഉണ്ട്? എക്സ്, വൈ, സെഡ് എന്ന് പറയുന്ന 3 വേരിയബിൾസ് ആണുള്ളത്. ഓക്കെ. സോ നമ്മുടെ സൊല്യൂഷനും ആക്ച്വലി എന്തായിരിക്കും? ഇതിൽ സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് വാല്യൂ കണ്ടുപിടിക്കുകയാണ്. സൈഡ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ അതിൽ എന്തുണ്ടായിരിക്കും? Psi will be a function of 3 variables. Okay, psi will be a function of is a function of x, y and z. Okay, x, y യും z ന്റെയും ഒരു ഫംഗ്ഷൻ ആയിരിക്കും. സോ let the solution psi is equal to psi യുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് x, y, z ആണെന്ന് വിചാരിക്കുക. അതായത് നമ്മളൊരു സൊല്യൂഷൻ എടുത്തു. അതായത് psi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x നും y നും z നും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ സൊല്യൂഷനിലും എന്തായിരിക്കും? സൈക്ക് 3 ഭാഗങ്ങളുണ്ട്. എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, സെഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. സോ സപ്പോസ് നമുക്ക് നമ്മുടെ സൊല്യൂഷൻ ഈ ഫോമിലാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, സൈഡ് വാല്യൂ ഈ ഫോമിലാണ് വിചാരിക്കാം. നൗ വി സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 2 നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ 1ലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. സോ നമുക്ക് എന്ത് കിട്ടും? ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ. സൈക്ക് പകരം കൊടുക്കുക എക്സ്, വൈ, സെഡ് മാത്രം കൊടുക്കുക. ബ്രാക്കറ്റിലുള്ളത് എഴുതുന്നില്ല, അതായത് എക്സ് ഓഫ് എക്സ്, വൈ ഓഫ് വൈ എന്ന് എഴുതുന്നില്ല, ജസ്റ്റ് എക്സ്, വൈ, സെഡ് എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ മാത്രം ഫംഗ്ഷൻ ആണ്. ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയുടെ മാത്രം ഫംഗ്ഷൻ ആണ്. ആൻഡ് ക്യാപിറ്റൽ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡിന്റെ മാത്രം ഫംഗ്ഷൻ ആണ്. ഓക്കെ, നൗ നമ്മൾ എന്താ ചെയ്യിച്ചു കഴിഞ്ഞാൽ ഓക്കെ. സോ സൈക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? എക്സ്, വൈ, സെഡ് കൊടുത്തു. പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ. സൈക്ക് പകരം എന്ത് കൊടുത്തു? എക്സ്, വൈ, സെഡ് കൊടുത്തു. പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ. സൈക്ക് പകരം എക്സ്, വൈ, സെഡ് കൊടുത്തു. ഓക്കെ, പ്ലസ് കെ സ്ക്വയർ സൈ. സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്, വൈ, സെഡ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, എക്സ്, വൈ, സെഡ് ഇസ് ഈക്വൽ ടു 0. സോ ഇതാണ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ തിരിച്ചു. അപ്പൊ സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ, വൈയുടെ, സെഡിന്റെ ഫോം ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്തു? ആ സാധനം എടുത്തിട്ട് നമ്മൾ തിരിച്ചു ചെയ്തു, നമ്മുടെ ഇക്വേഷനിലേക്ക് തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, നൗ ഫസ്റ്റ് നോക്കുക. ഫസ്റ്റത്തെ ടേമിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും വൈയും സെഡും ആയിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ അത് നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റും. സോ വൈ, സെഡ് നമ്മൾ പുറത്ത് കൊടുത്തു. ബാക്കി തോന്നുന്നു ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഇതിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ എക്സും സെഡും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ എക്സിനും സെഡിനും പുറത്ത് കൊടുത്തു. ഡോ സ്ക്വയർ ക്യാപിറ്റൽ വൈ, ഡോ സ്ക്വയർ ക്യാപിറ്റൽ വൈ ഡിവൈഡഡ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ്. സോ എക്സും വൈയും കോൺസ്റ്റന്റ് ആയിരിക്കും. ഡോ സ്ക്വയർ ക്യാപിറ്റൽ സെഡ് ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് ഇവിടെ പിന്നെ കോൺസ്റ്റന്റ് ആണ് കെ സ്ക്വയർ എക്സ്, വൈ, സെഡ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, നൗ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇക്വേഷൻ നമ്പർ 3 നമ്മൾ എല്ലാ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡും ഇതേ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് തന്നെ സോൾവ് ചെയ്യുക. സോ ഇത് ഈ ടെക്നിക്ക് നോക്കുക. നൗ ഡിവൈഡ് ഇക്വേഷൻ 3. നൗ ഡിവൈഡ് ഇക്വേഷൻ 3 വിത്ത് എക്സ്, വൈ, സെഡ്. ഓക്കെ, എക്സ്, വൈ, സെഡ് വെച്ച് എന്ത് ചെയ്യാം? നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും, ഫസ്റ്റ് ടേം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈ സെഡും ക്യാൻസൽ ചെയ്ത് പോകും. സോ ബാക്കി എന്തുണ്ടാവുള്ളൂ? 1/x മാത്രമേ ഉണ്ടാവുള്ളൂ. സോ 1/x ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എക്സും സെഡും ക്യാൻസൽ ചെയ്ത് പോലെ എക്സ്, വൈ, സെഡ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 1/y മാത്രമേ ഉണ്ടാവുള്ളൂ. സോ 1/y ഡോ സ്ക്വയർ വൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഇവിടെ എക്സും വൈയും ക്യാൻസൽ ആയി പോകും. സോ 1/z ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് നൗ കെ സ്ക്വയറിന് കൂടെ എക്സ്, വൈ, സെഡ് മൂന്നുണ്ടായിരുന്നു, അത് ക്യാൻസൽ ചെയ്ത് പോകും. പ്ലസ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 വരും. ഓക്കെ, നൗ നമ്മൾ എന്താ ചെയ്തു കഴിഞ്ഞാൽ ഈ ടേമിനെ ഇവിടെ നിർത്തുക, ബാക്കിയുള്ളതിനൊക്കെ പുറത്ത് എടുക്കുക. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു 1/x ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇതിനൊക്കെ പുറത്ത് കൊടുത്തു. ഇതിനൊക്കെ പുറത്ത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? മൈനസ് ഓഫ് ഈ മൂന്ന് ടേം അല്ലേ, മൈനസ് ഓഫ് 1/y ഡോ സ്ക്വയർ വൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് 1/z
ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്തു ഇപ്പുറത്ത് കൊടുത്തു. ഓക്കെ, ഈ ഇക്വേഷൻ നോക്കുക. അപ്പൊ നമ്മൾ എഴുതിയിട്ടുള്ള ഈ ലാസ്റ്റ് ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷനെ പ്രത്യേകത ഇക്വേഷൻ നമ്പർ 4 കൊടുക്കാം. ഈ ഇക്വേഷനെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷന് ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേംസ് മാത്രമേ ഉള്ളൂ അല്ലെ. ഈ ലെഫ്റ്റ് സൈഡിൽ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മാത്രമേ ടേംസ് ഉള്ളൂ. റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേം ഉണ്ട്, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സെഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേം ഉണ്ട്. ഓക്കെ, നൗ we can equate the left hand side and right hand side to a constant. ലെഫ്റ്റിൽ എക്സിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾ മാത്രമേ ഉള്ളൂ, റൈറ്റിൽ എന്തുണ്ട് വൈനും സെഡിനും ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾസ് ഉണ്ട്. സോ we can equate എന്ത് ചെയ്യാൻ പറ്റും both these equation to a constant. ഒരു കോൺസ്റ്റന്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 1 by x ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് ഒരു എന്തെങ്കിലും ഒരു കോൺസ്റ്റൻസ് കൊടുക്കാം. സോ നമുക്ക് എൽ സ്ക്വയർ കൊടുക്കാം. ഓക്കെ, ഈക്വൽ ടു എൽ സ്ക്വയർ കൊടുക്കാം നമുക്ക്. ഓക്കെ, ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ എന്നുള്ള ഒരു വേരിയബിൾ ആണ് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ എടുത്തത്. നൗ നമ്മൾ എന്താ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി വെക്കാം. ഓക്കെ, നൗ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ സംഭവിക്കും, റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഈ എക്സിനെ പുറത്ത് കൊടുക്കാം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് എൽ സ്ക്വയർ എക്സ് വരും. എൽ സ്ക്വയർ ആണ് മൈനസ് എൽ സ്ക്വയർ എക്സ്. ഇതിനപ്പുറത്ത് എടുത്തു കഴിഞ്ഞാൽ ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് പ്ലസ് എൽ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0 കിട്ടും. ഓക്കെ, ഇക്വേഷൻ എ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇക്വേഷൻ എ ആയിട്ട് എന്ത് ചെയ്യാം നമുക്ക് കൊടുക്കാം. ഓക്കെ, നൗ നമ്മളെന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ 1 by x ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ എക്സ് സ്ക്വയറിനാണ് നമ്മൾ കൊടുത്തത് മൈനസ് എൽ സ്ക്വയർ കൊടുത്തു. ഓക്കെ, നൗ ഇക്വേഷൻ 4 പ്രകാരം 1 by x by ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്താണ് മൈനസ് ഓഫ് ഈ ടേം ആണ്. ഓക്കെ, നൗ അത് നമ്മൾ മൈനസ് എൽ സ്ക്വയറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മൈനസ് എൽ സ്ക്വയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ടേം എന്തായിരിക്കും, ദിസ് ടേം വിൽ ബി എൽ സ്ക്വയർ ആയിരിക്കും അല്ലെ, ആ ടേം എൽ സ്ക്വയർ ആയിരിക്കും. സോ നമുക്ക് അത് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. സോ 1 by y ഡോ സ്ക്വയർ y by ഡോ y സ്ക്വയർ പ്ലസ് 1 by z ഡോ സ്ക്വയർ z by ഡോ z സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് ഒന്ന് കൊടുക്കാം, നമുക്ക് എൽ സ്ക്വയർ ആയിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് എൽ സ്ക്വയർ ആയിട്ട് കൊടുക്കാം. ഈ എൽ സ്ക്വയറിനെ തിരിച്ച് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ എടുക്കാം. സോ 1 by y ഡോ സ്ക്വയർ y by ഡോ y സ്ക്വയർ പ്ലസ് 1 by z ഡോ സ്ക്വയർ z by ഡോ z സ്ക്വയർ പ്ലസ് എൽ സ്ക്വയറിനെ പുറത്ത് കഴിഞ്ഞ് മൈനസ് വരും. സോ കെ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ is equal to 0. k square minus l square is equal to എന്ത് വരും 0 വരും. ഓക്കെ, നൗ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം സെപ്പറേറ്റ് ചെയ്യാം. വൈനെ മാത്രമുള്ള ടേംസിനെ ഒരു ഭാഗത്ത് എടുക്കാം, സെഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യാം അപ്പുറത്ത് എടുക്കാം. സോ വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ടേം മാത്രമേ ഉള്ളൂ, സെഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ രണ്ട് ടേം എന്ത് ചെയ്യാം ഇപ്പുറത്ത് എടുക്കാം. സോ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഈ വൈ ടേമിനെ പുറത്ത് എടുക്കാം. സോ ബാക്കി എന്ത് വരും 1 by z ഡോ സ്ക്വയർ z by ഡോ z സ്ക്വയർ plus k square minus l square is equal to minus 1 by y dou square y by dou y square. Okay, dou square y by dou y square. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പം എന്തായി, ഇവിടെ ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കുകയാണെങ്കിൽ എന്താണ് വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേംസ് മാത്രമേ ഉള്ളൂ, ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ സെഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും നമുക്ക് എന്ത് ചെയ്യാം ഒരു കോമൺ ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ അത് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഒരു കോൺസ്റ്റന്റ് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. സോ മൈനസ് 1 by y ഡോ സ്ക്വയർ y by ഡോ y സ്ക്വയർ is equal to നമുക്ക് ഒരു പുതിയൊരു കോൺസ്റ്റന്റ് കൊടുക്കാം, നമുക്ക് m സ്ക്വയർ പറഞ്ഞിട്ടൊരു കോൺസ്റ്റന്റ് കൊടുക്കാം. ഓക്കെ, നൗ റീഅറേഞ്ചിങ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഡോ സ്ക്വയർ y by ഡോ y സ്ക്വയർ പ്ലസ് m സ്ക്വയർ y, ഈ വൈനെ പുറത്ത് കൊടുത്തു. ഓക്കെ, m സ്ക്വയർ y is equal to 0 ആയിട്ട് എഴുതാം. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ ബി. ഓക്കെ, അതിന് കൊടുക്കാം ഇക്വേഷൻ ബി കൊടുക്കാം. ഓക്കെ, നൗ മൈനസ് 1 by y ഡോ സ്ക്വയർ y by ഡോ സ്ക്വയർ m സ്ക്വയർ. സോ ഈ m സ്ക്വയർ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 by z ഡോ സ്ക്വയർ z by ഡോ z സ്ക്വയർ പ്ലസ് k സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ, is equal to എന്ത് കൊടുക്കാം m സ്ക്വയർ വരും. ഓക്കെ, m സ്ക്വയർ വരും. സോ ഇതിനപ്പുറത്ത് എടുക്കാം,
അതിനപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? സോ അതിനപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1/z ഡോ സ്ക്വയർ z ബൈ ഡോ z സ്ക്വയർ പ്ലസ് k സ്ക്വയർ മൈനസ് l സ്ക്വയർ മൈനസ് m സ്ക്വയർ. ഓക്കെ, k സ്ക്വയർ മൈനസ് l സ്ക്വയർ മൈനസ് m സ്ക്വയർ is equal to 0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, നൗ ആ ടേമിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, ആ ടേമിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1/z ഡോ സ്ക്വയർ z ബൈ ഡോ z സ്ക്വയർ is equal to ഈ ഹോൾ ടേമിനെ പുറത്തേക്ക് എടുത്തു. ആ ഹോൾ ടേമിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് ഉള്ള മൈനസ് ആവും. സോ മൈനസ് ഓഫ് k സ്ക്വയർ മൈനസ് l സ്ക്വയർ മൈനസ് m സ്ക്വയർ വരും. ഓക്കെ, നൗ k സ്ക്വയർ മൈനസ് l സ്ക്വയർ മൈനസ് m സ്ക്വയർ നമുക്ക് ഒരു പുതിയ വേരിയബിൾ കൊടുക്കാം. എന്ത് വേണമെങ്കിലും കൊടുക്കാം, നമുക്ക് നമ്മൾ ഇഷ്ടമാണ്. നൗ നമുക്ക് വേണമെങ്കിൽ n സ്ക്വയർ കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു n സ്ക്വയർ ആയിട്ട് കൊടുക്കാം. ഓക്കെ, വേണമെങ്കിൽ മൈനസ് n സ്ക്വയർ ആയിട്ട് കൊടുക്കാം. ഓക്കെ, സോ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നെ എഴുതാം, ഡോ സ്ക്വയർ z ബൈ ഡോ z സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് z n സ്ക്വയർ ഓർ ഡോ സ്ക്വയർ z ബൈ ഡോ z സ്ക്വയർ പ്ലസ് z n സ്ക്വയർ is equal to 0. Let this be equation C. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ സി കിട്ടി. അപ്പൊ നമുക്ക് നമ്മളെ ഹെൽംഹോൾട്ട്സ് ഇക്വേഷനിൽ എന്താ പറയാ, 3 വേരിയബിൾസ് തന്നെ, എക്സ് വൈ സെഡ് എന്ന് പറയുന്ന 3 വേരിയബിൾസ് ഉണ്ടായിരുന്നത്. അതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ 3 ഇക്വേഷൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്തു. എ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അതിൽ എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറി. ബി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അതെന്താണ്, വൈനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അതെന്താ മാറി, അതും ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ആൻഡ് സി എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതും ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. കാരണം എന്താണുള്ളൂ, അതിൽ z മാത്രമേ എന്ത് വരുന്നുള്ളൂ, വേരിയബിൾ ആയിട്ട് കയറി വരുന്നുള്ളൂ. ഓക്കെ, സോ ഇനി നമുക്ക് സുഖമാണ്, ഈ എ ബി സിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നമ്മുടെ സൊല്യൂഷൻ കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് വേറെ കണ്ടീഷൻസും തരാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ബേസിക് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എത്ര വേരിയബിൾസ് ഉള്ള ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ നമുക്ക് തന്നിട്ടുള്ളത്, അതിന് എന്ത് ചെയ്യുക, നമ്മൾ n ഡിഫറെന്റ് ഇക്വേഷൻസ് ആക്കി എന്ത് ചെയ്യുക, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടുത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതേ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ എല്ലാ സെപ്പറബിൾ മെത്തേഡിലും, എല്ലാ എന്താ പറയുക, വേരിയബിൾ സെപ്പറേഷൻ മെത്തേഡിലും നമ്മൾ യൂസ് ചെയ്യുക. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എക്സാമ്പിളിന് പുറമെ വേറെ 2 എക്സാമ്പിൾസും കൂടി പറയുന്നുണ്ട് ഇതേ കാര്യത്തിന്റെ തന്നെ. അത് ഹെൽംഹോൾട്ട്സ് ഇക്വേഷന്റെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലും അതുപോലെ തന്നെ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലാണ്. അതായത് നിങ്ങൾ ഹാഫ്കൻ ടെക്സ്റ്റിന്റെ കാര്യം പറഞ്ഞത്. സോ ഹാഫ്കൻ ടെക്സ്റ്റിൽ ചാപ്റ്റർ 8 സെക്ഷൻ 8.3 ഈ സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ടെക്നിക്ക് വരുന്നത്. അതിൽ ഒരേ ക്വസ്റ്റ്യൻ തന്നെ, ഇപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണ് നമ്മൾ ഹെൽംഹോൾട്ട്സ് ഡിസ്കസ് ചെയ്തത്, ഇതേ ക്വസ്റ്റ്യൻ തന്നെ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലും അതേപോലെ തന്നെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലും ഡിസ്കസ് ചെയ്യുന്നത്. സെയിം ടെക്നിക്ക്, ഒരു വ്യത്യാസവും ഇല്ല. അതായത് ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ എഴുതിയ പോലെ ഈ ഡെൽ സ്ക്വയറിന് ഇക്വേഷൻ എഴുതുക. ഓക്കെ, നമ്മൾ എഴുതിയ പോലെ ആദ്യം എന്ത് ചെയ്യുക, ഡെൽ സ്ക്വയറിന് ഇക്വേഷൻ എഴുതാം. പക്ഷേ അത് സ്ഫെറിക്കൽ എത്തുമ്പോൾ സംഭവിക്കും, സ്ഫെറിക്കൽ എത്തുമ്പോൾ അത് ആർ തീറ്റ ഫൈ ആയിട്ട് മാറും അല്ലെ. സ്ഫെറിക്കൽ എത്തുമ്പോൾ ആർ തീറ്റ ഫൈ ആയിട്ട് മാറും. സോ ആ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലുള്ള ലാപ്ലേഷ്യന്റെ ഇക്വേഷൻ എഴുതുക. എന്നിട്ട് അതേ ടെക്നിക്ക് തന്നെ എന്ത് ചെയ്യുക, ആർ തീറ്റ ഫൈയിലാണ്, സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലാണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ ഏത് ഫോമിലായിരിക്കും, ഫൈ വിൽ ബി ഈക്വൽ ടു ആർ ക്യാപിറ്റൽ തീറ്റ ക്യാപിറ്റൽ ഫൈ ഫോമിലായിരിക്കും. ഓക്കെ, സോ അത് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. സെയിം ടെക്നിക്ക് തന്നെ, ഒരു വ്യത്യാസവും വരുന്നില്ല. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കാം, പേജ് നമ്പർ എത്ര വരുന്നത്, പേജ് നമ്പർ 505 മുതൽ അല്ല 506 മുതൽ ആക്ച്വലി. ഓക്കെ, സോ ആർക്കന വെബറിൽ 506 മുതൽ ഈ 3 കേസസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിന്റെ കേസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സ്ഫെറിക്കലും സിലിണ്ടറിക്കലും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇത്ര തന്നെ ഉള്ളൂ, മെത്തേഡ് ഇത്ര തന്നെ ഉള്ളൂ. സംഗതി എന്താണ്, സിമ്പിൾ ആണ്. സെയിം ടെക്നിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സിലിണ്ടറിക്കലും സ്ഫെറിക്കലും നോക്കാം, അത് നിങ്ങൾ നോക്കുക. ഓക്കെ, അത് ചെയ്ത് പഠിക്കണമെന്നില്ല, എനിക്ക് തോന്നുന്നത് കാർട്ടീഷ്യനിൽ ചെയ്യണത് തന്നെ ഇനഫാണ് ആക്ച്വലി. സിലിണ്ടറിക്കലും സ്ഫെറിക്കലും അങ്ങനെ ചോദിക്കാത്ത ഒരു കേസസ് ആണ്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് സോൾവ് ചെയ്യാം. ആക്ച്വലി നമുക്ക് ഈ മെത്തേഡ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, സോൾവ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ given by 2x dou u by dou x minus 3y dou u by dou y is equal to 0. ഓക്കെ, സോ ഇതാണ് എന്ത് വരുന്നത്, നമ്മളെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ,
നൗ നമുക്കിത് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് വേരിയബിൾ മെത്തേഡ് വെച്ച് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. സോ ഇവിടെ കിടക്കുന്നത് രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉള്ളത് അല്ലെ, ഒരു ഡോ യു ബൈ ഡോ എക്സ് ഉണ്ട്, ഒരു ഡോ യു ബൈ ഡോ വൈ ഉണ്ട്. സോ രണ്ട് വേരിയബിൾസ് ആണ് നമുക്ക് വരുന്നത്. സോ നമ്മുടെ സൊല്യൂഷൻ നമ്മൾ യു കണ്ടുപിടിക്കുകയാണെങ്കിൽ യു വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, എക്സിന്റെയും വൈയുടെയും ഫംഗ്ഷൻ ആയിരിക്കും യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എക്സ് ഓഫ് എക്സ് വൈ ഓഫ് വൈ, എക്സ് ഓഫ് എക്സും വൈ ഓഫ് വൈ ആയിട്ടാണ് എന്ത് വരിക. സോ നമുക്ക് ആ ടെക്നിക്ക് യൂസ് ചെയ്യാം. നൗ നമ്മൾ എന്ത് ചെയ്യാം, ഇത് എടുത്തിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് കൊടുക്കുക. സോ 2x ഡോ യുവിന്റെ പകരം എക്സും വൈയും കൊടുക്കുക, നമ്മൾ എക്സും വൈയും കൊടുത്തു, ഡിവൈഡഡ് ബൈ ഡോ എക്സ് മൈനസ് 3y ഡോ എക്സ് വൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഫസ്റ്റ് ടേമിൽ വിത്ത് റെസ്പെക്ട് എക്സ് ആണ്, സോ വൈ കോൺസ്റ്റന്റ് ആണ്, വൈ നമുക്ക് പുറത്ത് കൊടുക്കാം. സോ 2xy ഡോ എക്സ് ബൈ ഡോ എക്സ് മൈനസ് 3yx ഡോ ക്യാപിറ്റൽ വൈ അല്ലേ, ഡോ ക്യാപിറ്റൽ വൈ ഡോ ക്യാപിറ്റൽ വൈ ഡിവൈഡഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, നൗ നമ്മൾ പിന്നെ മെത്തേഡിൽ ചെയ്തത് എന്ത് ചെയ്യുന്നു, എക്സ് വൈ വെച്ചിട്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യുക. സോ ക്യാപിറ്റൽ എക്സ് വൈ വെച്ച് എന്ത് ചെയ്യുക, ഡിവൈഡ് വിത്ത് ക്യാപിറ്റൽ എക്സ് വൈ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. സോ ഫസ്റ്റ് ടേമിൽ എന്ത് ചെയ്യും, ഫസ്റ്റ് ടേമിൽ വൈ ക്യാൻസൽ ചെയ്ത് പോകും, വൈ ക്യാൻസൽ പോയി കഴിഞ്ഞാൽ ബാക്കി 2x ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എക്സ് മൈനസ് ഈ ടേമിൽ എക്സ് വൈ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സും ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി 3y ബൈ ക്യാപിറ്റൽ വൈ ഡോ വൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 0. ഡോ വൈ ബൈ ഡോ ഈക്വൽ ടു 0. നമ്മൾ ചെയ്തത് സെപ്പറേറ്റ് ചെയ്യില്ലായിരുന്നു, എക്സിനൊക്കെ ഒരു ഭാഗത്തേക്കും വൈനൊക്കെ ഒരു ഭാഗത്തേക്കും കൊടുക്കാം. സോ അത് നമ്മൾ എന്ത് ചെയ്യാം, ഈ വൈ ടേംസിനെ പുറത്ത് എടുക്കാം. സോ 2x ബൈ എക്സ് ഡോ എക്സ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 3y ബൈ ക്യാപിറ്റൽ വൈ ഡോ വൈ ബൈ ഡോ വൈ. ഓക്കെ, അത് ഈക്വൽ ടു എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് നമുക്ക് കൊടുക്കാം, നമുക്ക് k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ വിച്ച് വിൽ ബി ഈക്വൽ ടു, സോ ഇത് ഈക്വൽ ടു k ആണ്, y ടേം ഈക്വൽ ടു k ആണ്. സോ നമുക്ക് ആദ്യം x ഈക്വൽ ടു k ഇക്വേറ്റ് ചെയ്ത് നോക്കാം. x ഈക്വൽ ടു k ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2x ബൈ എക്സ് ഡോ എക്സ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും, k വരും. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ മൊത്തത്തിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ മുകളിൽ ഡോ എക്സ് ആണല്ലേ, സോ ഈ എക്സിനെ അവിടെ നിർത്താം, ബാക്കിയുള്ളതിനെ അപ്പുറത്ത് എടുക്കാം. സോ എന്ത് ചെയ്യാം, നമുക്ക് ഡോ ക്യാപിറ്റൽ എക്സ് ബൈ എക്സിനെ അവിടെ നിർത്തി, ബാക്കിയുള്ളതിനൊക്കെ ലെഫ്റ്റിൽ റൈറ്റിൽ കൊടുത്തു. സോ k ഇൻറ്റു k ഡിവൈഡഡ് ബൈ 2x ഇൻറ്റു ഡോ എക്സ് വരും. ഓക്കെ, k ഇൻറ്റു 2x ഡിവൈഡഡ് ബൈ ഡോ എക്സ്. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് ഇക്വേഷൻ വി ഒബ്റ്റെയിൻ. ഇതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത ഫസ്റ്റ് ഇക്വേഷൻ. ഇതിനെ സോൾവ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ, ഇതിനെ ജസ്റ്റ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഇതിനോട് ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇതിനെ ഇവിടെയും ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ 1/x ഡിഫറൻസ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് log x കിട്ടും. സോ log x is equal to ഇവിടെ k/2 കോൺസ്റ്റന്റ് ആണ്. സോ k/2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡോ എക്സ് ബൈ എക്സ് വരും, അഗെയിൻ എന്താണ് log x വരും. ഓക്കെ, log x വേണമെങ്കിൽ പ്ലസ് സി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് സി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതുള്ളൂ, ആഡ് ചെയ്താലും കാര്യമില്ല. പ്ലസ് log c1. ഓക്കെ, c1 എന്ന് പറയുന്ന പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും. a പ്ലസ് ബി, log a പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സോ വിച്ച് വിൽ ബി ഈക്വൽ ടു log a ഇൻറ്റു log b അല്ലേ. സോ log ഈ k/2 എക്സിന്റെ പവർ ആയിട്ട് വരും. സോ എക്സ് റേസ് ടു k/2 ഇൻറ്റു c1. ഓക്കെ, ഇസ് ഈക്വൽ ടു log x. ഓക്കെ, രണ്ട് ഭാഗത്ത് എക്സ്പോണൻഷ്യൽ എടുക്കുക. എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ x ഈസ് ഈക്വൽ ടു x റേസ് ടു k/2 ഡോട്ട് c1. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ആദ്യത്തെ x കിട്ടി. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി, x കിട്ടി. സിമിലർ വേയിൽ അതേപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, ഇത് എടുക്കുക. ഓക്കെ, ഈ ടേം എടുക്കുക. ഓക്കെ, അതായത് 3y ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ Y ഡോ y ബൈ ഡോ y ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, k എടുക്കുക, സോൾവ് ചെയ്യുക. സിമിലർ ആയിട്ടുള്ള അതേ മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സോൾവ് ചെയ്യാം. സോ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഒബ്റ്റെയിൻ ചെയ്യും,
സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യും. ക്യാപിറ്റൽ വൈ ഈക്വൽ നിങ്ങൾ ചെയ്ത് നോക്കട്ടെ, സെയിം മെത്തേഡ് തന്നെയാണ്, അതുകൊണ്ടാണ് ചെയ്യാത്തത്. ക്യാപിറ്റൽ വൈ ഈസ് ഈക്വൽ ടു ഇവിടേക്ക് C1 നമുക്ക് C2 കൊടുക്കാം. C2 y റേസ് ടു k/3 എന്ന് കണ്ടു കിട്ടും. y റേസ് ടു k/3 ഇവിടെ k/2 കിട്ടി, ഇവിടെ k/3 കിട്ടി. ഓക്കെ, സോ നമ്മളെ u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u ഈസ് ഈക്വൽ ടു എന്ത് ആയിരുന്നു, x ഇൻറ്റു വൈ ആണ്, x ഇൻറ്റു വൈ ആണ്. സോ ഇത് രണ്ടിനും പ്രൊഡക്റ്റ് ആയിരിക്കും എന്ത് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ വിച്ച് വിൽ ബി x റേസ് ടു k/2 ഇൻറ്റു C1 ഇൻറ്റു y റേസ് ടു k/3 ഇൻറ്റു C2 വരും. ഓക്കെ, നൗ C1 ഇൻറ്റു C2 അഗൈൻ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ നമുക്ക് അതിനെ ക്യാപിറ്റൽ C കൊണ്ട് കൊടുക്കാം. C ഇൻറ്റു x റേസ് ടു k/2 ഇൻറ്റു y റേസ് ടു k/3. സോ ദിസ് ഈസ് ദി സൊല്യൂഷൻ ഫോർ y. ഓക്കെ, നൗ C കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ ആവശ്യമാണ്. സോ അത് നമുക്ക് തരാത്ത കാരണം നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടുള്ള സിമിലർ ആയിട്ടുള്ള അതേ ടെക്നിക്ക് തന്നെ നമ്മൾ യൂസ് ചെയ്തത്, അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് യൂസ് ചെയ്തത്. സോ ഈ ടെക്നിക്ക് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മളത് സോൾവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിലുള്ള സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ്സിന്റെയും അതേപോലെ തന്നെ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ നോക്കുക. ഒരേ ടെക്നിക്ക് ആയതുകൊണ്ടാണ് പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, കാരണം നിങ്ങളത് ഡിഗ്രിക്ക് നോക്കിയതാണ്, ഇതേ ടെക്നിക്ക് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തതാണ്, ഡിഗ്രിക്ക് നിങ്ങളെ എക്സാമ്പിൾസ് സോൾവ് ചെയ്യണം. അതുകൊണ്ടാണ് കൂടുതൽ അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാത്തത്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഫസ്റ്റ് മെത്തേഡ്. നമുക്കൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിലുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡാണ് എന്ത്, സെപ്പറേഷൻ വേരിയബിൾ. കുറച്ച് സ്റ്റെപ്സ് ഉണ്ടെന്നുള്ളൂ, പക്ഷേ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്കാണ് എന്ത്, സെപ്പറേഷൻ ഓഫ് വേരിയബിൾ. ഓക്കെ, സോ അത്രയും ആ പോർഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണ്. ഇറ്റ്സ് അബൌട്ട് സിംഗുലാർ പോയിന്റ്സ്. സിംഗുലാർ പോയിന്റ്സിനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യണത്, നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നൗ നമ്മളെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, d²y/dx² പ്ലസ് p of x y ഡാഷ് പ്ലസ് q of x y is equal to 0 ആയിരുന്നു. സോ നമുക്ക് അത് എഴുതാം. നമുക്ക് അതായത് നമ്മളെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ജനറൽ ഫോം ആണ് y ഡബിൾ ഡാഷ് പ്ലസ് p of x y ഡാഷ് പ്ലസ് q of x y is equal to 0. ഓക്കെ, ഇതാണ് നമ്മളെ ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ p of x ഉം q of x എന്താണ്, എക്സിന്റെ കോഎഫിഷ്യൻസ് ആണ്. ഓക്കെ, എക്സിന്റെ കോഎഫിഷ്യൻസ് ആണ്. ഓക്കെ, നൗ if at x is equal to x0, if at x is equal to x0, p of x and q of x are finite. ഓക്കെ, അതായത് x is equal to x0 എന്നുള്ള പോയിന്റിൽ നമ്മുടെ p of x അതേപോലെ തന്നെ q of x ഫൈനൈറ്റ് ആണെങ്കിൽ, അതായത് ഡൈവേർജ് ചെയ്യാതെ ഫൈനൈറ്റ് തന്നെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ then x0 is called an ordinary point. അത് നമ്മൾ വിളിക്കുക, നമ്മൾ ഓർഡിനറി പോയിന്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ ഈ ഇക്വേഷനിലല്ല x is equal to x0 പോയിന്റിൽ നമ്മൾ p of x ഉം അതേപോലെ തന്നെ q of x ഒക്കെ എന്താണ്, എക്സിന്റെ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ x equal to x0 നമ്മൾ p of x ഉം q of x ഉം കണ്ടുപിടിക്കുമ്പോൾ അത് രണ്ടും ഫൈനൈറ്റ് ആയിട്ട് നിൽക്കുകയാണ് വിചാരിക്കുക, അതായത് ഡൈവേർജ് ചെയ്യാതെ ഫൈനൈറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ then x0 is called an ordinary point. ഓക്കെ, അതിനെ വിളിക്കുക ഓർഡിനറി പോയിന്റ് എന്ന് വിളിക്കുക. ഓക്കെ, if at x is equal to x0, p of x or q of x or both diverges, then x0 is called a singular point. അതായത് x is equal to x0 p of x ഉം q of x ഉം ഫൈനൈറ്റ് ആണെങ്കിൽ x0 നമ്മൾ വിളിക്കും ഓർഡിനറി പോയിന്റ് എന്ന് വിളിച്ചു. ഓക്കെ, ഇനി at x is equal to x0, x-ന് പകരം നമ്മൾ x0 എന്നുള്ള പറഞ്ഞ പോയിന്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ p of x അല്ലെങ്കിൽ q of x അല്ലെങ്കിൽ രണ്ടും ഓക്കെ ഡൈവേർജ് ചെയ്യുക മീൻസ് ഇറ്റ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി പോവാണെങ്കിൽ then x0 is known as a singular point. അതിനാണ് നമ്മൾ വിളിക്കുക x0 എന്തായിരിക്കും, അപ്പോൾ ഒരു സിംഗുലാർ പോയിന്റ് ആയിരിക്കും. കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ x is equal to x0 x-ന് പകരം നമ്മൾ x0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ p
പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും ഫൈനൈറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ പോയിന്റ് എന്തായിരിക്കും, ഒരു ഓർഡിനറി പോയിന്റ് ആയിരിക്കും. ആൻഡ് ഇഫ് അറ്റ് എക്സ് ഈസ് ഈക്വൽ എക്സ് ഈക്വൽ എക്സ് നമ്മൾ പി ഓഫ് എക്സോ അല്ലെങ്കിൽ ക്യൂ ഓഫ് എക്സോ അല്ലെങ്കിൽ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റ് ആയിരിക്കും എന്ത്, നമ്മൾ സിംഗുലാർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിനാണ് നമ്മൾ വിളിക്കുക, നമ്മൾ സിംഗുലാർ പോയിന്റ് എന്ന് വിളിക്കുക. നൗ സിംഗുലാർ പോയിന്റ് രണ്ട് ടൈപ്പ് ഉണ്ട്. സിംഗുലാർ പോയിന്റ് അഗെയിൻ രണ്ട് ടൈപ്പ് ഉണ്ട്. സിംഗുലാർ പോയിന്റ് രണ്ട് ടൈപ്പ് ഉണ്ട്. ആദ്യത്തെ സിംഗുലാർ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ സിംഗുലാർ പോയിന്റ്. ഓക്കെ, റെഗുലർ സിംഗുലാർ പോയിന്റ് ഇനി വേറൊരു പേരും കൂടി ഉണ്ടല്ലോ, റെഗുലർ സിംഗുലാർ പോയിന്റ് ഓർ നോൺ എസെൻഷ്യൽ. ഓക്കെ, റെഗുലർ സിംഗുലാർ പോയിന്റ് ഓർ നോൺ എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ്. ഓക്കെ, നോൺ എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ്. റെഗുലർ സിംഗുലാർ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഫ് പി ഓഫ് എക്സോ ക്യൂ ഓഫ് എക്സോ ഡൈവേർജ് ചെയ്യുന്നുണ്ട്, അതായത് എക്സ് ഈക്വൽ എക്സ് സീറോ കൊടുക്കുമ്പോൾ പി ഓഫ് എക്സോ ക്യൂ ഓഫ് എക്സോ അല്ലെങ്കിൽ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഡൈവേർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇഫ് എക്സ് മൈനസ് എക്സ് സീറോ, ഓക്കെ, ഇഫ് എക്സ് മൈനസ് എക്സ് സീറോ ഇൻറ്റു പി ഓഫ് എക്സ് ആൻഡ് എക്സ് മൈനസ് എക്സ് സീറോ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഈസ് ഫൈനൈറ്റ് at x is equal to x0, then it is a regular singular point. Okay, അതായത് സിംഗുലർ പോയിന്റ് ആണെങ്കിൽ പി ഓഫ് എക്സോ ക്യൂ ഓഫ് എക്സോ അല്ലെങ്കിൽ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഡൈവേർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അത് റെഗുലർ സിംഗുലർ പോയിന്റ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്, എക്സ് മൈനസ് എക്സ് സീറോ ഇൻറ്റു പി ഓഫ് എക്സും അല്ലെങ്കിൽ ആൻഡ് ആണ്, അല്ലെങ്കിൽ അല്ല ആൻഡ് ആണ്, എക്സ് മൈനസ് എക്സ് സീറോ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് എക്സും. ഇത് രണ്ടും എന്താണ്, ഫൈനൈറ്റ് ആണ് വിചാരിക്കുക. എക്സ് ഈസ് ഈക്വൽ എക്സ് സീറോ അല്ല, അത് രണ്ടും ഫൈനൈറ്റ് ആണെങ്കിൽ അതെന്താണ്, ഒരു റെഗുലർ സിംഗുലർ പോയിന്റ് ആണ്. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലാക്കുക. പി ഓഫ് എക്സോ ക്യൂ ഓഫ് എക്സോ ഡൈവേർജ് ചെയ്യുന്നുണ്ട് ആ പോയിന്റിൽ, എക്സ് സീറോ എന്ന് പറഞ്ഞ പോയിന്റ് ഡൈവേർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സ് മൈനസ് എക്സ് സീറോ ഇൻറ്റു പി ഓഫ് എക്സും അതേപോലെ തന്നെ എക്സ് മൈനസ് എക്സ് സീറോ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഫൈനൈറ്റ് ആയിട്ട് നിൽക്കുന്നത്, അത് എന്തെങ്കിലും ഡൈവേർജ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് എന്താണ്, ഒരു റെഗുലർ സിംഗുലർ പോയിന്റ് ആണ്. ഓക്കെ, അത് റെഗുലർ സിംഗുലർ പോയിന്റ് ആണ്. നൗ രണ്ടാമത്തെ കാറ്റഗറി ഇറഗുലർ സിംഗുലർ പോയിന്റ് ഓർ എസെൻഷ്യൽ സിംഗുലർ പോയിന്റ്. ഈ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഈ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് പറയുമ്പോൾ എക്സ് മൈനസ് എക്സ് സീറോ ഇൻറ്റു പി ഓഫ് എക്സും ഡൈവേർജ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എക്സ് മൈനസ് എക്സ് സീറോ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് എക്സും എന്ത് ചെയ്യുന്നുണ്ട്, ഡൈവേർജ് ചെയ്യുന്നുണ്ട് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സീറോ. ഓക്കെ, അതാണ് ഇറഗുലർ സിംഗുലർ പോയിന്റ്. ഓക്കെ, അപ്പോൾ സിംഗുലർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എക്സ് ഈസ് ഈക്വൽ എക്സ് സീറോ പി ഓഫ് എക്സോ ക്യൂ ഓഫ് എക്സോ അല്ലെങ്കിൽ രണ്ടും പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും ഡൈവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ആണ് എന്ത്, സിംഗുലർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിംഗുലർ പോയിന്റ് അഗെയിൻ രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, റെഗുലർ സിംഗുലർ പോയിന്റും ഇറഗുലർ സിംഗുലർ പോയിന്റും. റെഗുലർ സിംഗുലർ പോയിന്റിൽ എക്സ് മൈനസ് എക്സ് സീറോ ഇൻറ്റു പി ഓഫ് എക്സും അതേപോലെ തന്നെ എക്സ് മൈനസ് എക്സ് സീറോ ഹോൾ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് എക്സും എന്തായിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കും. ഇറഗുലറിൽ എന്താണ്, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിരിക്കും വിചാരിക്കും. ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നൗ ഇതിൽ നമുക്കൊരു സ്പെഷ്യൽ കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് ഈ സിംഗുലർ പോയിന്റ്സിൽ, ദാറ്റ് ഈസ് സിംഗുലാരിറ്റി അറ്റ് ഇൻഫിനിറ്റി. x0 is equal to infinity. അതായത് നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയിട്ട് ഇപ്പോൾ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സീറോയില് പി ഓഫ് എക്സോ ക്യൂ ഓഫ് എക്സോ അല്ലെങ്കിൽ രണ്ടും ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സിംഗുലർ പോയിന്റ് എന്ന് പറഞ്ഞു. ഓക്കെ, സപ്പോസ് എക്സ് സീറോ എന്ന് പറഞ്ഞത് നമ്മൾ ഇൻഫിനിറ്റി കൊടുത്തു വിചാരിക്കുക. ഓക്കെ, എക്സ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫിനിറ്റി കൊടുത്തു വിചാരിക്കുക. ഒരു ഇക്വേഷനിൽ നമ്മൾ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് എന്ത് പോകും, ആ ഇക്വേഷൻ മൊത്തത്തിൽ എവിടേക്ക് പോകും, ഇൻഫിനിറ്റിക്ക് തന്നെ പോകും അല്ലെ. പി ഓഫ് എക്സ് ആയാലും ക്യൂ ഓഫ് എക്സ് ആയാലും എന്ത് ഫംഗ്ഷൻ ആയാലും എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കലി അത് എവിടേക്ക് ഡൈവേർജ് ചെയ്യും, ഇൻഫിനിറ്റിക്ക് ഡൈവേർജ് ചെയ്ത് പോകും. ഓക്കെ, പക്ഷെ ആ പോയിന്റ് എന്താവണമെന്നില്ല, ആക്ച്വലി ഒരു സിംഗുലാർ പോയിന്റ് ആവണമെന്നില്ല. ഓക്കെ, അതാണ് നമ്മൾ ആ കേസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എക്സ് സീറോ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുത്തു, എക്സ് സീറോ നമ്മൾ എവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാലും അതൊക്കെ ഡൈവേർജ് ചെയ്യും അല്ലെ. പക്ഷെ ആ ഫംഗ്ഷൻ ആ എന്താ പറയാ ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആ പോയിന്റ് ആ സിംഗുലർ പോയിന്റ് ആവണമെങ്കിൽ ആ കണ്ടീഷൻ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു സാധനം കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് നമ്മൾ സ്പെഷ്യൽ കേസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സ് സീറോ ഈക്വൽ ടു ഇൻഫിനിറ്റി നമ്മൾ പി ഓഫ് എക്സിനും ക്യൂ ഓഫ് എക്സിനും കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റിക്ക് പോകും. പക്ഷേ
അത് സിംഗുലർ പോയിന്റ് ആവണമെങ്കിൽ x0 is equal to ഇൻഫിനിറ്റി സിംഗുലർ പോയിന്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വേറെ രീതിയിലാണ് നമ്മളത് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഒരു ഓർഡിനറി പോയിന്റ് ആണെങ്കിൽ ഒരു ഓർഡിനറി നമ്പർ ആണ്, അല്ലെങ്കിൽ ഇപ്പൊ x0 equal to 1 2 അങ്ങനെ എന്തെങ്കിലും ഒരു നമ്പർ ആണ് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് നമ്മൾ p of x ലും q of x ലും ജസ്റ്റ് കൊണ്ടിട്ട് എക്സിന് പകരം ആ വാല്യൂ നമ്മൾ കൊടുത്താൽ മതി. അത് ഡൈവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിംഗുലർ പോയിന്റ് എന്ന് പറയാം. പക്ഷേ ഇൻഫിനിറ്റിയുടെ കേസ് എത്തുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്തായിട്ട് പോകുള്ളൂ, ഇൻഫിനിറ്റി പോകുള്ളൂ. സോ നമ്മൾ വേറെ രീതിയിലാണ് എന്ത് ചെയ്യുക, നമ്മളത് സിംഗുലാരിറ്റി നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദി സിംഗുലാരിറ്റി അറ്റ് x0 is equal to infinity, x0 is equal to infinity എന്ന് പറയുന്ന പോയിന്റിലത്തെ സിംഗുലാരിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുത്തുകയാണ് ചെയ്യുക. അതായത് വി ചേഞ്ച് x is equal to 1/t ആയിട്ട് കൊടുക്കും. ഓക്കെ, x is equal to 1/2 ആയിട്ട് കൊടുക്കും, ഓർ t is equal to 1/x ആയിട്ട് കൊടുക്കും. t is equal to 1/x ആയിട്ട് കൊടുക്കും. ഓക്കെ, നൗ നമ്മൾ y ഡാഷ് എടുക്കാം. നമ്മുടെ ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു, y ഡബിൾ ഡാഷ് പ്ലസ് p of x y ഡാഷ് പ്ലസ് q of x y is equal to 0. ഇതാണ് നമ്മുടെ ജനറൽ ഫോം. നമുക്ക് y ഡാഷ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. y ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, dy by dx ആണ്. ഇതിനൊന്ന് മാറ്റി എഴുതിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, dy by dt into dt by dx. ഓക്കെ, ഇത് കുഴപ്പമില്ല, dt dt ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, dy by dx തന്നെ ആയിരിക്കും. ഓക്കെ, now which will be equal to dy by dt അതേപോലെ തന്നെ എഴുതി, dy by dt അതേപോലെ തന്നെ എഴുതി. now dt by dx എന്തായിരിക്കും, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മതി അല്ലേ. സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dt is equal to 1/x ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -1/x സ്ക്വയർ അല്ലെ, -1/x സ്ക്വയർ. സോ dy by dt into dt by dx പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, -1/x സ്ക്വയർ വന്നു. ഓക്കെ, -1/x സ്ക്വയർ. സോ which will be equal to dy by dt. now എന്താണ് -1/x സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ, -1/x സ്ക്വയർ പറഞ്ഞാൽ 1/x സ്ക്വയർ ആയിരിക്കും, 1/x t ആണ്, 1/x t ആണ്. സോ 1/x സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, t സ്ക്വയർ ആയിരിക്കും അല്ലെ. 1/x സ്ക്വയർ പറഞ്ഞാൽ t സ്ക്വയർ ആയിരിക്കും. സോ -1/x സ്ക്വയർ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി -t സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി -t സ്ക്വയർ ആയിരിക്കും. സോ therefore നമുക്ക് എങ്ങനെ എഴുതാം, y dash is equal to -t സ്ക്വയർ into dy by dt ആണ്. ഓക്കെ, t square into dy by dt ആണ്. now let this be equation 1. okay, now let this be equation 1 കൊടുക്കാം, let this be equation 2 ആയിട്ട് നമുക്ക് കൊടുക്കാം. okay, now y double dash കൊണ്ടുനോക്കാം. okay, now y double dash കൊണ്ടുനോക്കാം. y double dash വന്നു കഴിഞ്ഞാൽ d square y by dx square ആണ്. അതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, അതിനെ d by dx of dy by dx ആക്കിയിട്ട് എഴുതാം. okay, dy by dx ആക്കി എഴുതാം. so which will be equal to d by dx of dy by dx എങ്ങനെ എഴുതാം, നമുക്ക് dy by dt into dt by dx ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. so again d by dx into dy by dx into now നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം അല്ലേ. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിനിപ്പോ നമ്മൾ നേരത്തെ സോൾവ് ചെയ്തതാണോ അല്ലേ. ഇതിനിപ്പോ നമ്മൾ നേരത്തെ സോൾവ് ചെയ്തപ്പോൾ -t സ്ക്വയർ അല്ല, നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. ആക്ച്വലി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് d by dt നമുക്ക് പുറത്ത് കൊടുക്കാം. ഓക്കെ, d by dt നമുക്ക് പുറത്ത് കൊടുക്കാം. സോ d by dt നമ്മൾ പുറത്ത് കൊടുത്തു. സോ ഈ dt പുറത്ത് കൊടുക്കും, സോ ഈ dx ഉള്ളിലേക്ക് പോകും. സോ dy by dx, നമ്മൾ ഡിഫറൻഷ്യലിന്റെ ഓർഡർ ഒന്ന് മാറ്റി, dy by dx ഉണ്ട്, പിന്നെ എന്തുണ്ട്, പുറത്തൊരു dt by dx ഉണ്ട്, ഉണ്ട്. ഓക്കെ, now which will be equal to d by dt of dy by dx നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാണ് അല്ലെ. dy by dx എന്തായിരുന്നു, -t സ്ക്വയർ dy by dt ആണ്. സോ -t സ്ക്വയർ dy by dt into dt by dx പറയുമ്പോൾ എന്ത് വരും, dt by dx നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്, dt by dx -1/x സ്ക്വയർ ആണ്. -1/x സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ -t സ്ക്വയർ ആണ്. സോ -t സ്ക്വയർ. okay, so it will be equal to
minus t square into d by dt of minus t square dy by dt. ഓക്കെ, നമ്മൾ റീഅറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഈ മൈനസ് ടി സ്ക്വയറിനെ ഫ്രണ്ടിൽ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻറ്റു ഈ ടേം വരും. ഓക്കെ, സോ വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. സോ ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പറയുമ്പോൾ മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ പിന്നെ പ്ലസ് സെക്കൻഡ് ടേം dy by dt. now minus t square ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ആദ്യം ഒരു മൈനസ് വരും, പിന്നെ ടി സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു 2t വരും അല്ലേ. ടി സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു 2t വരും. വിൽ ബി ഈക്വൽ ടു റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ടി സ്ക്വയർ ഇൻറ്റു മൈനസ് ടി സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ. ഈ മൈനസ് പുറത്ത് വന്നു കഴിഞ്ഞാൽ മൈനസ് ഓഫ് dy by dt into 2t. okay, into 2t. now ഈ മൈനസ് ടി സ്ക്വയർ നമുക്ക് ഉള്ളിൽ കൊടുക്കാം. മൈനസ് ടി സ്ക്വയർ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരില്ലേ. സോ ടി സ്ക്വയർ ടി റേസ് ടു 4 വരും. സോ ടി റേസ് ടു 4 ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. സെക്കൻഡ് ടേമിൽ മൈനസ് പ്ലസ് ആവും. പ്ലസ് ഇവിടെ ടി സ്ക്വയർ ഉണ്ട്, ഇവിടെ ടി ഉണ്ട്. സോ 2 ഇൻറ്റു ടി ക്യൂബ് dy by dt വരും. okay, 2 into t cube dy by dt വരും. okay, now let this be equation number 3 കൊടുക്കാം. okay, let this be equation number 3 കൊടുക്കാം. now equation 2 ഉം 3 ഉം നമുക്ക് എന്ത് ചെയ്യാം? now equation 2 and equation 3 in equation 1 2 ഉം 3 എടുത്ത് എന്ത് ചെയ്യാം? നമുക്ക് equation 1 ലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. സോ എന്ത് വരും? y ഡബിൾ ഡാഷിന് പകരം ഇത് വന്നു. y ഡബിൾ ഡാഷിന് പകരം അത് വരുമ്പോൾ t raised to 4 d square y by dx square plus 2t cube dy by dt അല്ലെ. y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് ആണ്. ഓക്കെ, സോ സെക്കൻഡ് ടേം എന്ത് വരും? പി ഓഫ് എക്സ്. ഓക്കെ, സോ പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? സോ പി ഓഫ് എക്സ് ഇൻറ്റു y ഡാഷ് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ടി സ്ക്വയർ ഡി വൈ ബൈ ഡി ടി സോ മൈനസ് ഇവിടെ മൈനസ് വരില്ലേ. മൈനസ് ഡി സ്ക്വയർ ഡി വൈ ബൈ ഡി ടി ആൻഡ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ അല്ലേ. ക്യൂ ഓഫ് എക്സ് വൈ is equal to 0. okay, ഇവിടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും നമ്മൾ ഈ മൊത്തം ഇക്വേഷൻ ഇപ്പൊ ടിയിലേക്ക് മാറ്റി നമ്മൾ ചെയ്തത് അല്ലെ. മൊത്തം ടിയിലേക്ക് മാറ്റി ചെയ്തത്. സോ ഈ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ നോക്കണം ടിയുടെ ടേം നമ്മൾ കൊടുക്കണം. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? ടി റേസ് ടു 4 ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2t ക്യൂബ് dy by dt d square y by dt square അല്ലേ. ടി സ്ക്വയർ ആണ് വരാം. നമ്മൾ മൊത്തം എക്സ് ഉള്ളൊക്കെ ടിയിലേക്ക് മാറ്റിയില്ലേ. ടി സ്ക്വയർ ആണ് കേട്ടോ. സോ dy by dt മൈനസ് പി എക്സിന് പകരം നമുക്ക് കൊടുക്കാം. എക്സ് ഇൻ ടേംസ് ഓഫ് ടി ആണ് നമുക്ക് കൊടുക്കേണ്ടത്. സോ എക്സ് ഈക്വൽ എന്താണ്? എക്സ് ഈക്വൽ 1/t ആണ്. സോ നമുക്ക് അവിടെ കൊടുക്കാം പി ഓഫ് എക്സിന് പകരം 1/t കൊടുക്കാം. 1/t എന്ന് പറഞ്ഞാൽ ടി ഇൻവേഴ്സ് ഓക്കെ ഇൻറ്റു ടി സ്ക്വയർ dy by dt പ്ലസ് ക്യൂ ഓഫ് എക്സിന് പകരം ടി ഇൻവേഴ്സ് y is equal to 0 കൊടുക്കാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. now let this be equation number 4. okay, let this be equation number 4 കൊടുക്കാം. now divide equation 4 with t raised to 4 ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് equation 4 ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. സോ എന്ത് വരും? സോ which will be equal to ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 2t ക്യൂബ് ടി റേസ് ടു 4 dy by dt minus p of t inverse t square divided by t raised to 4
dy by dt plus 1 by t raised to 4 q of t inverse y is equal to 0 വരും. ഓക്കെ, നൗ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ dy by dt രണ്ട് ടേമിൽ കോമൺ അല്ലേ, സോ അതിനെ നമുക്ക് ഒരുമിച്ചെടുക്കാം. സോ അതിനെ നമുക്ക് ഒരുമിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, ഒരുമിച്ചെടുത്ത് കഴിഞ്ഞാൽ d square y by dt square plus dy by dt നമ്മൾ ഒരുമിച്ചെടുത്തു. സോ dy by dt നെ ഒരുമിച്ചെടുത്തു, ബാക്കി എന്ത് വരും, ബാക്കി 2t cube minus p of t inverse divided by t raised to 4 വരും അല്ലെ, divided by t raised to 4 plus ഇവിടെ എന്താ ഉള്ളത്, അവിടെ t raised to 4 ഉണ്ട്, അവിടെ അതേപോലെ തന്നെ വരും 1 by t raised to 4 q of t inverse y is equal to 0 വരും. ഓക്കെ, നൗ ഇത് നമുക്കൊന്ന് മാറ്റി എഴുതാം, ഇത് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, d square y by dt square plus c1 dy by dt plus c2 y is equal to 0. Okay, where c1 is equal to 2t cube minus p of t inverse divided by t raised to 4 and c2 is equal to q of t inverse divided by t raised to 4. Okay, t raised to 4. Okay, now നമ്മുടെ പ്രോബ്ലം തരുന്നു, നമ്മൾ x0 is equal to infinity, x0 equal to ഇൻഫിനിറ്റിയിലുള്ള സിംഗുലാരിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മൾ വന്നത് അല്ലെ. സിംഗുലാരിറ്റി കണ്ടുപിടിച്ച് വന്നപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, നമുക്ക് ലാസ്റ്റ് ഇതുപോലത്തെ രണ്ട് കോൺസ്റ്റൻസിലാണ് അപ്പോൾ നമ്മൾ എത്തിയത്, c1 c2 എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റൻസിലാണ് നമ്മൾ എത്തിയത്. ഓക്കെ, നൗ പറഞ്ഞ ശ്രദ്ധിക്കുക, now in order to find the singularity at x is equal to infinity, x0 is equal to infinity എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ സിംഗുലാരിറ്റി കിട്ടാൻ എന്ത് ചെയ്യുക, സിംഗുലാരിറ്റി കിട്ടാൻ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ put t is equal to 0. Okay, so put t is equal to 0 in equation for c1 and c2, in equation for c1 and c2, c1 ന്റെയും c2 ന്റെയും ഇക്വേഷൻ എന്ത് ചെയ്യുക, t is equal to 0 കൊടുക്കുക, t tends to എന്ത് ചെയ്യുക 0 കൊടുക്കുക. Okay, now if c1 and c2, if c1 and c2 is finite at t is equal to 0, t is equal to 0, then x0 is equal to infinity, x0 is equal to infinity is an ordinary point, x0 is equal to infinity എന്തായിരിക്കും, അതൊരു ഓർഡിനറി പോയിന്റ് ആയിരിക്കും. ഓക്കെ, now if c1 and c2 ഡൈവേർജ് ആണെങ്കിലോ, if c1 and c2 diverges, if c1 and c2 diverges at x is equal to 0, at x0 is equal to 0, then x0 is equal to infinity is a singular point, is a singular point. Okay, is a singular point, is analyze a singular point. Okay, so നമ്മൾ എന്താ ചെയ്യുക, നമ്മളെ c1 ന്റെയും c2 ന്റെയും ഇക്വേഷൻ എന്ത് ചെയ്യുക, t is equal to 0 ഇട്ട് കൊടുക്കുക. t is equal to 0 കൊടുക്കുമ്പോൾ c1 ഉം c2 ഉം ഫൈനൈറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, അതായത് ഡൈവേർജ് ചെയ്യാതെ ഫൈനൈറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, x0 is equal to infinity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓർഡിനറി പോയിന്റ് ആയിരിക്കും. if c1 and c2 diverges, c1 ഉം c2 ഉം ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, x0 is equal to infinity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതൊരു സിംഗുലർ പോയിന്റ് ആയിരിക്കും. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, x0 is equal to infinity എന്ന് പറയുന്ന പോയിന്റിലത്തെ സിംഗുലാരിറ്റി എന്ത് ചെയ്യുക, നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, x0 is equal to infinity കണ്ടുപിടിക്കുക. റെഗുലർ പോയിന്റ് ആണെങ്കിൽ സാധാരണ ഒരു പോയിന്റിലത്തെ സിംഗുലാരിറ്റി കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ജസ്റ്റ് നമ്മൾ p of x ഉം q of x ഉം ഡൈവേർജ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെക്ക് ചെയ്താൽ മതി. p of x ഓ q of x ഓ അല്ലെങ്കിൽ രണ്ടും ഡൈവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, അത് സിംഗുലർ പോയിന്റ് ആണ്. x0 is equal to infinity വരുമ്പോഴാണ് ഈ എന്ത് വരുന്നത്, ഈ c1 ന്റെ c2 ന്റെ കേസ് വരുന്നത്. കാരണം ഇൻഫിനിറ്റി എടുത്തു കഴിഞ്ഞാൽ അത് എന്തായാലും ഡൈവേർജ് ചെയ്യുമല്ലോ, അത് ആ പോയിന്റിന്റെ പ്രത്യേക സിംഗുലർ പോയിന്റ് ആയതുകൊണ്ടല്ല, അത് ഇൻഫിനിറ്റിയുടെ പ്രത്യേകത ആയതുകൊണ്ടാണ്. സോ അതുകൊണ്ടാണ് അതിനെ നമ്മൾ സ്പെഷ്യൽ കേസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അതിന്റെ സിംഗുലാരിറ്റി ചെക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ ഇതേപോലത്തെ രണ്ട് കോൺസ്റ്റൻസ് കണ്ടുപിടിച്ചത്. ഓക്കെ, സോ അതിന് t tends to 0 കൊടുത്തിട്ടാണ് എന്ത് ചെയ്യണത്, നമ്മൾ t tends to 0 കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ സിംഗുലാരിറ്റി നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, നൗ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആവും വിചാരിക്കുന്നു. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. So question ഇതാണ്, find the singular points of Bessel differential equation. So find the singular points of
ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, സോ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സിംഗുലർ പോയിന്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ വൈ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇതാണ് നമ്മളെ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ആദ്യം നമ്മളെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിലാക്കണം. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ആക്കാൻ മീൻസ് വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 ഫോം ആക്കണം. ഓക്കെ, വൈ ഡാഷിന്റെ കൂടെ ഇവിടെ കോഎഫിഷ്യൻസ് ഒന്നുമില്ല, പക്ഷെ ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ മൊത്തം ഇക്വേഷനെ ഒരു എക്സ് സ്ക്വയർ ഡിവൈഡ് ചെയ്യുക. സോ വൈ ഡബിൾ ഡാഷ് പ്ലസ് ഇവിടെ എക്സ് സ്ക്വയർ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സും എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1/x ആവില്ലേ. സോ 1/x വൈ ഡാഷ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു 0 വരും. ഓക്കെ, സോ ഇത് കിട്ടി നമുക്ക്. സോ ഇവിടെ നമ്മൾ പി ഓഫ് എക്സ് എന്താണ്, ഇവിടെ പി ഓഫ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അല്ലേ, 1/x അതേപോലെ തന്നെ ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ടേം ആണ് എക്സ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, ഇതിന്റെ സിംഗുലാരിറ്റി കണ്ടുപിടിക്കും. സിംഗുലാരിറ്റി കണ്ടുപിടിക്കുന്നത് ഒന്നെങ്കിൽ പി ഓഫ് എക്സോ അല്ലെങ്കിൽ ക്യൂ ഓഫ് എക്സോ അല്ലെങ്കിൽ രണ്ടോ എന്ത് ചെയ്യണം, ഡൈവേർജ് ചെയ്യണം. ഡൈവേർജ് ചെയ്യണമെങ്കിൽ വളരെ സുഖമാണ്. കാരണം എന്താണ്, ഡിനോമിനേറ്റർ ആണ് എക്സ് എടുക്കുന്നത്. ഡിനോമിനേറ്റർ എക്സ് എടുക്കണമെങ്കിൽ മതി നമ്മൾ വെറുതെ എക്സ് ടെൻസ് ടു 0 കൊടുത്താൽ മതി. എക്സ് എന്ത് ചെയ്താൽ മതി, 0 കൊടുത്താൽ മതി അല്ലേ. എക്സ് ടെൻസ് ടു എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ മതി. എക്സ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് എക്സ് എന്ത് ചെയ്യും, പി ഓഫ് എക്സ് ഒബ്വിയസ്ലി ഗോസ് ടു ഇൻഫിനിറ്റി ആൻഡ് ക്യൂ ഓഫ് എക്സും എവിടേക്ക് പോകും, പി ഓഫ് എക്സും ഇൻഫിനിറ്റിക്ക് പോകും. സോ therefore x is equal to 0 എന്താണ്, x is equal to 0 is a singular point. x is equal to 0 is a singular. നമുക്ക് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും x is equal to 0 എന്താണ്, ഇൻഫിനിറ്റ് സിംഗുലർ പോയിന്റ് ആണുള്ളത്. ഇനി അത് റെഗുലർ സിംഗുലർ പോയിന്റ് ആണോ ഇറഗുലർ സിംഗുലർ പോയിന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാം. റെഗുലർ സിംഗുലർ പോയിന്റും ഇറഗുലർ എങ്ങനെ കണ്ടുപിടിക്കുക, എക്സ് മൈനസ് എക്സ് സീറോ ഇൻറ്റു പി ഓഫ് എക്സ് ഡൈവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ് മൈനസ് എക്സ് സീറോ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഡൈവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഡൈവേർജ് ചെയ്യണില്ലെങ്കിൽ അത് റെഗുലറും, ഡൈവേർജ് ചെയ്യണമെങ്കിൽ അതെന്താണ്, ഇറഗുലർ ആണ്. സോ നമുക്ക് അതിന് കണ്ടുപിടിച്ചേക്കാം, എക്സ് മൈനസ് എക്സ് സീറോ ഇൻറ്റു പി ഓഫ് എക്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഇവിടെ എക്സ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 0 ആണ്. സോ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് പി ഓഫ് എക്സ് എന്നാണ് 1/x ആണ് ഇൻറ്റു 1/x. സോ എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി ഇത് 1 വന്നു. ഡൈവേർജ് ചെയ്യണില്ല അല്ലെ, അത് 1ൽ എന്താണ് കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് നിൽക്കുന്നത്. നൗ എക്സ് മൈനസ് എക്സ് സീറോ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് കണ്ടുപിടിച്ച് നോക്കാം. നൗ എക്സ് സീറോ പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. സോ എക്സ് സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്താണ്, എക്സ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. സോ എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി. എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി. അഗെയിൻ നമുക്ക് എന്ത് കിട്ടും, അഗെയിൻ നമുക്ക് കിട്ടുന്നത് മൈനസ് എൻ സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ കിട്ടുന്നത്. ഓക്കെ, അഗെയിൻ അതിൽ കാര്യമില്ല, x is equal to x0 is equal to 0. ഓക്കെ, അഗെയിൻ അതിൽ കാര്യമില്ലാതെ വന്നിരിക്കുകയാണ്. കാരണം എന്താണ്, എക്സ് മൈനസ് എൻ സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ കിട്ടിയുള്ളത് അതൊന്നുമില്ല, ഡൈവേർജ് ചെയ്യണില്ല. അത് രണ്ടും എന്താണ്, കോൺസ്റ്റന്റ് വാല്യൂസ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ ഡൈവേർജ് ചെയ്യണില്ല. എക്സ് മൈനസ് എക്സ് സീറോന്റെ പി ഓഫ് എക്സും എക്സ് മൈനസ് എക്സ് സീറോ ഹോൾ സ്ക്വയറിന്റെ പി ഓഫ് എക്സും ചെയ്യുന്നില്ല, ഡൈവേർജ് ചെയ്യണില്ല. സോ therefore x is equal to 0 is a regular singular point. അതെന്ത് ചെയ്യുന്നത്, ഒരു റെഗുലർ സിംഗുലർ പോയിന്റ് ആണ്. ഓക്കെ, റെഗുലർ സിംഗുലർ പോയിന്റ് ആണ്. ഓക്കെ, ഇതിന് വേറെ സിംഗുലർ പോയിന്റ്സ് ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. സിംഗുലർ പോയിന്റ്സ് ഉണ്ടെങ്കിൽ 1/x ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ആണ്. വേറെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് x0 is equal to ഇൻഫിനിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. x0 is equal to ഇൻഫിനിറ്റി എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ x0 is equal to ഇൻഫിനിറ്റി സിംഗുലർ പോയിന്റ് ആവണമെങ്കിൽ നമുക്ക് C1 ഉം C2ന്റെയും കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. സോ C1 is equal to, സോ C1 is equal എന്ത് ചെയ്യുന്നു, C1 is equal to 2t cube minus t square into p of t inverse divided by t raised to 4 ഉം C2 is equal to qt inverse divided by t raised to 4 ആണ്. ഓക്കെ, നൗ x0 is equal to ഇൻഫിനിറ്റി സിംഗുലർ പോയിന്റ് ആണോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുക, ഇപ്പോൾ t is equal to 0 അല്ലേ, C1ലും C2ലും t equal to 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ t is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും,
അതിനാദ്യം നമുക്ക് പി ഓഫ് ടി ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. പി ഓഫ് ടി ഇൻവേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ? പി ഓഫ് ടി ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പി ഓഫ് എക്സ് എന്താണ്? പി ഓഫ് എക്സ് 1/x ആണ് അല്ലേ? സോ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x ആണ്. സോ പി ഓഫ് ടി ഇൻവേഴ്സ് എന്ത് വരും? എക്സിന്റെ സ്ഥാനത്ത് ടി ഇൻവേഴ്സ് കൊടുക്കല്ലേ? സോ 1/t ഇൻവേഴ്സ്. ടി ഇൻവേഴ്സ് പറഞ്ഞാൽ 1/t ആണ്. സോ 1/t വരും. ടി മുകളിലേക്ക് പോകും. സോ ഇറ്റ് വിൽ ബി ടി തന്നെയാണ്. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ ക്യൂ ഓഫ് 2 ഇൻവേഴ്സ് ഉണ്ട്. സോ ക്യൂ ഓഫ് എക്സ് എന്തായിരുന്നു? ക്യൂ ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ആണ്. സോ ക്യൂ ഓഫ് 2t ഇൻവേഴ്സ് എന്ത് വരും? ക്യൂ ഓഫ് ടി ഇൻവേഴ്സ് എക്സിന് സ്ഥാനം കൊടുക്കുക, ടി ഇൻവേഴ്സ് കൊടുക്കുക. സോ ടി ഇൻവേഴ്സ് the whole square minus n square divided by t inverse square. Okay, so it will be equal to എന്ത് വരും? t inverse 1/t ആണ്. സോ 1/t square അല്ലേ? 1/t ആണ്. സോ സ്ക്വയർ 1/t square minus n square divided by 1/t square. Okay, സോ മുകളിൽ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. സോ 1 മൈനസ് എൻ സ്ക്വയർ ടി സ്ക്വയർ അല്ലേ? എൻ സ്ക്വയർ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ ഇൻറ്റു ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിയും. സോ ടി സ്ക്വയർ ബൈ 1 വരും. സോ ടി സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി. സോ 1 മൈനസ് എൻ സ്ക്വയർ ടി സ്ക്വയർ. സോ ക്യൂ ഓഫ് ടി ഇൻവേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് എൻ സ്ക്വയർ ടി സ്ക്വയർ. സോ ടി ഈസ് ഈക്വൽ ടു 0 കൊടുക്കണം നമുക്ക്. ടി ഈസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ C1 എന്ത് വരും? C1 is equal to 2 into 0 ആണ് മൈനസ് ടി സ്ക്വയർ. ടി സ്ക്വയറിനോട് 0 വരും ഡിവൈഡഡ് ബൈ ടി റേസ് ടു 4 0 ആണ്. സോ ടി ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അതെന്ത് പോകും? ഇൻഫിനിറ്റി ആയിട്ട് പോകും അല്ലേ? സോ C1 ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. നൗ C2 നോക്കാം നമുക്ക്. ഓക്കെ, C2 എന്ത് വരും? അഗെയിൻ ടി ടെൻഡ്സ് ടു 0 ആകുമ്പോൾ എന്തായാലും ക്യൂ ഓഫ് 2 ഇൻവേഴ്സിലും ടി 0 ഉണ്ട്, ഇവിടെയും 0 ഉണ്ട്. സോ അഗെയിൻ അതും 0 ആയിട്ട് പോകും അല്ല, ഡിവൈഡഡ് ബൈ 0 വരും. 0/0 അഗെയിൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. അല്ല, 0/0 അല്ലല്ലോ, ഇവിടെ 1 മൈനസ് 0 ആണല്ലോ. സോ 1/0 വരും. ഓക്കെ, 1/0 വരും. സോ അതെന്ത് പോയിട്ട് പോകും? ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആയിട്ട് പോകും. സോ എന്തായിരുന്നു? സോ x0 is equal to infinity is a singular point. x0 tends to infinity എന്താണ്? അതും ഒരു സിംഗുലർ പോയിന്റ് ആണ്. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ സിംഗുലാരിറ്റി നമ്മൾ ചെക്ക് ചെയ്യുക. Now x0 is equal to infinity അത് നമുക്ക് റെഗുലർ ആണോ ഇറഗുലർ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനെന്താ ചെയ്യാറ്റി കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ സിംഗുലർ പോയിന്റ് ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് റെഗുലർ ആണോ ഇറഗുലർ ആണോ അറിയാനുള്ളതാണ്. ഓക്കെ, സോ x0 ഈക്വൽ ടു ഇൻഫിനിറ്റി റെഗുലർ ആണോ ഇറഗുലർ ആണോ അറിയാൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഫൈൻഡ് t into C1 കാണാം. ഓക്കെ, t into C1 കാണാം. അതേപോലെ തന്നെ ടി സ്ക്വയർ ഇൻറ്റു C2 കാണാം. എന്നിട്ട് അതിലെന്ത് ചെയ്യുക? ടി ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക. ഓക്കെ, ടി ഈസ് ഈക്വൽ ടു 0 കൊടുക്കുകയാണെങ്കിൽ ആൻഡ് ഇഫ് ദാറ്റ് ഡൈവേർജസ് അതിൽ ഏതെങ്കിലും ഒന്ന് ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? അത് ഇറഗുലർ സിംഗുലർ പോയിന്റ് ആയിരിക്കും. രണ്ടും ഡൈവേർജ് ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കും? ഒരു റെഗുലർ സിംഗുലർ പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒന്ന് ഡൈവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇറഗുലർ സിംഗുലർ പോയിന്റ് ആയിരിക്കും. രണ്ടും ഡൈവേർജ് ചെയ്യണില്ലെങ്കിൽ അതെന്താണ്? അതൊരു റെഗുലർ സിംഗുലർ പോയിന്റ് ആണ്. ഓക്കെ, നൗ ടി ഇൻറ്റു C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? ടി ഇൻറ്റു C1 എന്താണ്? C1 will be 2t cube അല്ലേ? മൈനസ് ഇതൊന്ന് സോൾവ് ചെയ്യേണ്ടി വരും അല്ലേ? ഇതിന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2t cube മൈനസ് ടി സ്ക്വയർ. പി ഓഫ് ടി ഇൻവേഴ്സ് എന്താ? പി ഓഫ് ടി ഇൻവേഴ്സും ടി ആണ് അല്ലേ? സോ അഗെയിൻ ടി ഡിവൈഡഡ് ബൈ ടി റേസ് ടു 4. സോ 4ഉം ടിയും ക്യാൻസൽ ചെയ്ത് പോയി 3 വരും. സോ 2t ക്യൂബ് മൈനസ് ടി ക്യൂബ് ഡിവൈഡഡ് ബൈ ടി ക്യൂബ് വരും. 2t ക്യൂബ് മൈനസ് ടി ക്യൂബ് ബൈ ടി ക്യൂബ് which will be equal to 1. Okay, now t into C1 നമുക്ക് എന്താ കിട്ടിയപ്പോൾ? t into C1 is 1. Okay, now t സ്ക്വയർ അത് പിന്നെ t is equal to 0 കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ അത് കോൺസ്റ്റന്റ് ആണ്. സോ അതെന്ത് ചെയ്യുന്നില്ല? ഡൈവേർജ് ചെയ്യുന്നില്ല. നൗ ടി സ്ക്വയർ C2 കാണാം. ടി സ്ക്വയർ C2 പറയുമ്പോൾ ടി സ്ക്വയർ ഇൻറ്റു C2 എന്താണ്?
c2 q of t inverse by t4 t raised to 4 q of t inverse എന്താണ് q of t inverse 1 minus n square t square t square divided by t raised to 4. Now t square 4 cancel square which is equal to 1 minus n square t square 1 minus n square divided by t square value. Okay, now this tends to infinity if t is equal to 0. t 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പോകും അത് tends to infinity അത് എന്ത് ചെയ്യും diverge ചെയ്യും. Okay, so therefore x0 is equal to infinity is an irregular singular point. Irregular singular point. Okay, so ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക x0 is equal to ഇൻഫിനിറ്റിയിലുള്ള റെഗുലറും ഇറഗുലറും കണ്ടുപിടിക്കുക. അതിന്റെ സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ c1 c2 എന്ത് ചെയ്യുക t tends to 0 കൊടുക്കുക. നൗ c1 ഓ അല്ലെങ്കിൽ c2 ഓ ഡൈവേർജ് ചെയ്യുന്നെങ്കിൽ അതെന്താണ് അതൊരു സിംഗുലർ പോയിന്റ് ആണ്. നൗ റെഗുലർ ഇല്ല ഇറഗുലർ കണ്ടുപിടിക്കാൻ t into c1 ഉം t square into c2 കണ്ടുപിടിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് t is equal to 0 ഡൈവേർജ് ചെയ്യുന്നെങ്കിൽ അതെന്താണ് ഇറഗുലർ ആണ് അല്ലെങ്കിൽ അതെന്താണ് റെഗുലർ ആണ്. ഓക്കെ, സോ നമുക്ക് കിട്ടിയിട്ടുള്ള x equal to 0 റെഗുലർ സിംഗുലർ പോയിന്റ് ആണ്, പക്ഷേ x is equal to infinity എന്താണ് ഒരു ഇറഗുലർ സിംഗുലർ പോയിന്റ് ആണ്. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക റെഗുലറും ഇറഗുലറും സിംഗുലർ പോയിന്റ്സ് എന്ത് ചെയ്യുക നമ്മൾ കണ്ടുപിടിക്കുക. സംഗതി സിമ്പിൾ ആണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. show that the legendary polynomial has regular singularity at x is equal to 1 and x is equal to minus 1. Okay, so legendary polynomial equations ന് എന്തുണ്ട് റെഗുലർ സിംഗുലാരിറ്റി ഉണ്ട് at x is equal to 1 ഉം x is equal to minus 1 ഉം. അതാണ് എന്ത് ചെയ്യേണ്ടത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ലെജൻഡറി ഇക്വേഷൻ എങ്ങനെ വരിക ലെജൻഡറി ഇക്വേഷൻ y ഡബിൾ ഡാഷ് നമ്മൾ പഠിച്ചതാണ്, നമ്മൾ സ്പെഷ്യൽ ഫംഗ്ഷൻ പഠിച്ചതാണ്. മൈനസ് 2x 1 മൈനസ് എക്സ് സ്ക്വയർ y ഡാഷ് പ്ലസ് L into L plus 1 divided by 1 minus x square into y is equal to 0. Okay, ഇതാണ് നമ്മുടെ ലെജൻഡറി ഇക്വേഷൻ. ഇതിനിപ്പോൾ ഇനി പ്രത്യേകിച്ച് നമ്മളെ ഫോമിൽ ആക്കേണ്ട കാര്യമില്ല, കാരണം y ഡബിൾ ഡാഷിന്റെ കൂടെ കോഎഫിഷ്യൻസ് ഒന്നും ഇല്ല പ്രത്യേകിച്ച്. നമ്മുടെ p of x എന്താണ് നമ്മുടെ p of x വന്നു കഴിഞ്ഞാൽ 2x divided by 1 minus x square ആണ്, ആൻഡ് q of x വന്നു കഴിഞ്ഞാൽ L into L plus 1 divided by 1 minus x square ആണ്. Okay, now x is equal to 0 കൊടുത്തിട്ട് കാര്യമില്ല അല്ലേ, x is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 വരും, സോ അത് 1 minus 0 ഇവിടെ 1 minus 0, സോ x is equal to 0 എന്താണ് ഓർഡിനറി പോയിന്റ് ആണ്. x is 0 കൊടുത്തു കഴിഞ്ഞാൽ ഡൈവേർജ് ചെയ്യില്ല, അതെന്താണ് ഓർഡിനറി പോയിന്റ് ആണ്. x is equal to minus 1 കൊടുത്തു നോക്കാം, x is equal to 1 കൊടുത്തു നോക്കാം. x is equal to 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും x is equal to 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 minus 1 വരും അല്ലേ, സോ 1 minus 1 വന്നു കഴിഞ്ഞാൽ p of x tends to infinity വരും, ആൻഡ് q of x ഇവിടെയും 1 minus 1 വരും, q of x also tends to infinity. p of x ഉം q of x എന്തായിട്ട് പോകും ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഓക്കെ, നൗ നമുക്കത് സിംഗുലർ പോയിന്റ് റെഗുലർ ആണോ ഇറഗുലർ ആണോ നോക്കണം. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ റെഗുലർ ആണോ എന്നുള്ളതാണ്. സോ റെഗുലർ ആണോ ഇറഗുലർ ആണോ എന്ന് കണ്ടുപിടിക്കണം. സോ അതിന് നമ്മൾ എന്ത് ചെയ്യും x minus x0 into p of x കണ്ടുപിടിക്കും. ഓക്കെ, സോ x minus x0 പറയുമ്പോൾ x minus 1 into p of x പറഞ്ഞു കഴിഞ്ഞാൽ 2x divided by 1 minus x square. ഓക്കെ, 2x divided by 1 minus x square. ഓക്കെ, നൗ നമ്മൾ എന്ത് ചെയ്യും 2x അല്ലേ മൈനസ് 2x ഇവിടെ മൈനസ് അല്ലേ, സോ മൈനസ് ഉണ്ട്. ഓക്കെ, സോ മൈനസ് ഉണ്ട്, സോ will be equal to x minus 1 into minus 2x divided by 1 minus x square. 1 minus x square പറഞ്ഞു കഴിഞ്ഞാൽ a square minus b square ഫോർമാറ്റിലാണ്, സോ a plus b ന്റെ a minus b കൊടുക്കാം, സോ 1 plus x a plus b into a minus b 1 plus x into 1 minus x ഫോർമാറ്റിലാക്കി. നമുക്കത് എങ്ങനെ എഴുതാം
which will be equal to ഇതിൽ നിന്ന് മൈനസ് നമുക്ക് പുറത്തെടുത്ത് നോക്കാം. ഇതിൽ നിന്ന് നമുക്ക് മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും മൈനസ് 1 മൈനസ് എക്സ് മൈനസ് 2x ഡിവൈഡഡ് ബൈ ഈ മൈനസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് മൈനസ് 2x ഇൻറ്റു 1 പ്ലസ് എക്സ് 1 മൈനസ് എക്സ്. സോ 1 മൈനസ് എക്സ് ക്യാൻസൽ ചെയ്ത് പോയി മൈനസും മൈനസും കൂടി എന്തായി പ്ലസ് ആയിട്ട് മാറി അല്ലേ, പ്ലസ് ആയിട്ട് മാറി. സോ 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, നൗ അറ്റ് x ഈസ് ഈക്വൽ ടു 0, x ഈസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ബൈ 1 കിട്ടും അല്ലേ, 0 ബൈ 1 കിട്ടും. അല്ല നമ്മളെ പോയിന്റ് 0 അല്ലല്ലോ 1 അല്ലേ. സോ x ഈസ് ഈക്വൽ ടു 1 ആണ്. x ഈസ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ 2 ബൈ 1 പ്ലസ് 1 2 കിട്ടും. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1. സോ പി ഓഫ് എക്സ് എന്ത് ചെയ്യുന്നില്ല, കൺവേർജ് ഡൈവേർജ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് എക്സ് മൈനസ് എക്സ് ഉണ്ട്, പി ഓഫ് എക്സ് എന്ത് ചെയ്യുന്നില്ല, ഡൈവേർജ് ചെയ്യുന്നില്ല. നോ നമുക്ക് എക്സ് മൈനസ് എക്സ് സീറോ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് കണ്ടുനോക്കാം. സോ അതെന്ത് വരും, എക്സ് മൈനസ് എക്സ് സീറോ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് 1 എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ, ക്യൂ ഓഫ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സോ എൽ ഇൻറ്റു എൽ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, 1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, നൗ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ അത് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ എ പ്ലസ് ബി എ മൈനസ് ബി എഴുതിയ പോലെ നമുക്ക് എഴുതാം. സോ എ പ്ലസ് ബി എ മൈനസ് ബി വരുമ്പോൾ എക്സ് പ്ലസ് 1. സോ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എൽ പ്ലസ് 1 divided by 1 minus x square. Okay, into 1 minus x square. Now a minus b the whole square. Okay, sorry. What a minus b the whole square anta. What a minus b the whole square and so അതിനെ x minus 1 into x minus 1 ആയിട്ട് എഴുതാം. ഇവിടെ താഴത്താണ് എന്ത് വരുന്നത്, താഴത്താണ് 1 minus x square, a square minus b square ഫോർമാറ്റിൽ വരുന്നത്. സോ this can be written as 1 plus x into 1 minus x ആക്കിയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, again നമുക്ക് ഇതിന് മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് എഴുതാം മൈനസ് ഓഫ് 1 minus x into x minus 1 into l plus 1 divided by 1 plus x 1 minus x. So 1 minus x cancel ചെയ്ത് പോയി. So which will be equal to minus of x minus 1 into l plus 1 divided by 1 plus x. Okay, into 1 plus x. So minus in ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 1 minus x into l plus 1 divided by 1 plus x. ഇതിലും കൂടുതലായിട്ട് നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, now put x is equal to 1. x is equal to 1 കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും, x is equal to 1 കൊടുത്തു കഴിഞ്ഞാൽ which will be equal to 1 minus 1 0 വരും. now ബാക്കിയുള്ള നോക്കിയിട്ട് കാര്യമില്ലേ, അടിയിൽ 2 വരും. so which will be equal to 0 വരും. okay, now x minus x 0 the whole square into p of x എന്നാണ് 0 വരുന്നത്. x minus x 0 into p of x എന്ന് പറയുന്നത് 1 ആയിട്ട്. രണ്ടും എന്ത് ചെയ്യുന്നില്ല, ഡൈവേർജ് ചെയ്യുന്നില്ല. ഡൈവേർജ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്താണ്, x0 is equal to 1 is a regular singular point. Okay, is a regular singular point. Okay, is a regular singular point. അതിലെ ക്വസ്റ്റ്യനിൽ ചോദിച്ചുള്ളത് ഓക്കെ x show that x equal to 1. okay, x equal to 1 ലും മൈനസ് 1 എന്താണ്, അത് റെഗുലർ സിംഗുലർ പോയിന്റ് ആണെന്നുള്ളതാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, നൗ x equal to 1 മാത്രം നമ്മൾ കാണിച്ചുള്ളൂ അല്ലേ, 1 മാത്രമേ നമ്മൾ കാണിച്ചുള്ളൂ. മൈനസ് 1 നോക്കി നോക്കാം. മൈനസ് 1 ആക്ച്വലി സിംഗുലർ പോയിന്റ് ആണെന്നുള്ള തെളിയിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ഇവിടെ ഈക്വേഷൻ ഇവിടെ 1 വരെ മൈനസ് 1 കൊടുത്തു കഴിഞ്ഞാൽ കാര്യമില്ല, മൈനസ് 1 സ്ക്വയർ വരും അല്ലേ. അപ്പോൾ എന്തായാലും പോകും, 0 ആയിട്ട് പോകും. അപ്പോൾ എന്തായാലും ഇൻഫിനിറ്റി ആവും. ഇവിടെ അതെ മൈനസ് 1 സ്ക്വയർ വരും. സോ അതെന്താണ്, സിംഗുലർ പോയിന്റ് ആയിട്ട് തന്നെ വരും അല്ലേ. സോ x is equal to മൈനസ് 1 എന്താണ്, സോ x is equal to minus 1 is a singular point, അത് നമുക്ക് ആ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാവും അത് എന്താണെന്നുള്ളത്, സിംഗുലർ പോയിന്റ് ആണെന്നുള്ളത്. ഇനി എന്ത് ചെയ്യുക, ബാക്കി നിങ്ങൾ നോക്കുക. ഓക്കെ, ബാക്കി നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. അതായത് x minus x 0 into
പി ഓഫ് എക്സും കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ എക്സ് മൈനസ് എക്സ് സീറോ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് എക്സും കണ്ടുപിടിക്കുക. രണ്ടും ഡൈവേർജ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഡൈവേർജ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് എക്സ് ഈക്വൽ ടു -1 എന്താണ് ഒരു സിംഗുലർ പോയിന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആണ്. ഇതേ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ എക്സ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി, ഈ ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ എക്സ് സീറോ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഒരു സിംഗുലർ പോയിന്റ് ആണെന്നുള്ളത് കൂടി എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അതൊരു സിംഗുലർ പോയിന്റ് ആണോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. സോ അത് നിങ്ങളൊന്ന് ഹോംവർക്ക് ചെയ്ത് നോക്കാം. അത് സിമ്പിൾ ആണ്. അപ്പം നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സെയിം പ്രോബ്ലത്തിന്റെ അതേ മെത്തേഡ് തന്നെയാണ്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് സിംഗുലർ പോയിന്റ്സിൽ നമുക്ക് പറയാനുള്ളത്. സിംഗുലർ പോയിന്റ്സ് വളരെ സിമ്പിൾ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്, പക്ഷേ വളരെ സൂക്ഷിക്കേണ്ട സാധനമാണ്. ഓക്കെ, ഇടക്കിടക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സെക്ഷൻ ആണ്. സോ ഇത്രയാണ് സിംഗുലർ പോയിന്റ്സിനെ പറ്റിയിട്ട് പറയാം. സോ നമ്മൾ എന്തൊക്കെ ഇന്ന് ഡിസ്കസ് ചെയ്തത്, നമ്മൾ സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ടെക്നിക്കും ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മളിപ്പോൾ സിംഗുലർ പോയിന്റ്സിന്റെ സെക്ഷൻ നമ്മൾ നോക്കി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവർ സീരീസ് മെത്തേഡ് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.